പെറ്റിനെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞത്? മമ്മി, ഡാഡി എപ്പോഴാ വരിക? അറിയില്ല മോനെ, വിളിച്ചു നോക്ക്. ഓക്കേ. ഡാഡി, ഡാഡി, ഡാഡി എപ്പോഴാ വരിക? ഡാഡി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളു കുട്ടാ. എന്താ കാര്യം? അപ്പൊ ഡാഡി വാക്ക് തന്നതല്ലേ, മറന്നു പോയോ? പെറ്റിന്റെ കാര്യമല്ലേ, ഡാഡി മറന്നിട്ടില്ല. വരുമ്പോൾ കൊണ്ടുവരും, പോരെ? താങ്ക് യു ഡാഡി. ഇനി ഇതിന്റെ ഒരു കുറവും കൂടിയേ ഈ വീട്ടിലുള്ളൂ. ടോമി, ഇത് കാരണം നീ ഇനി പഠിക്കാതെ ഹോംവർക്ക് ചെയ്യാതെ ഇരുന്നാൽ ഞാൻ ഇതിനെ കൂട്ടിൽ നിന്നും പുറത്തു വിടും. നോക്കിക്കോ. നീ ഇങ്ങനെ വെറുതെ ചൂടാവാതെ, അവൻ പഠിച്ചോളും, അല്ലേടാ? അതെ. എന്നാ അച്ഛനും മോനും എന്താന്ന് വെച്ചാ ആയിക്കോ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. ടോമി, ഒരു കാരണവശാലും തത്തയുടെ കൂട് തുറന്നു വിടരുത്, കേട്ടോ? അതെന്താ ഡാഡി? പരിചയമില്ലാത്ത സ്ഥലമല്ലേ. വീടിനുള്ളിൽ പറന്നു നടന്നാൽ അവിടെയും ഇവിടെയും തട്ടി ഓരോന്നും പൊട്ടിപ്പോകും. നമുക്ക് മെല്ലെ അതിനെ എല്ലാം പഠിപ്പിക്കാം. എന്താ? ഹായ്, എന്ത് രസമാ നിന്നെ കാണാൻ. വാ, നമുക്ക് എന്റെ റൂമിൽ പോകാം. ഡാഡി പറഞ്ഞത് നിന്നെ തുറന്നു വിടരുതെന്ന. പക്ഷേ ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കും. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞാൻ പന്ത് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ? വാ, കാണിച്ചു തരാം. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അകത്തു നിന്ന് കളിക്കരുതെന്ന്? അത് ഞാനല്ല, തത്തയാ. തത്തയോ? അത് പറക്കാൻ നോക്കിയപ്പോ ചിറക് തട്ടി വീണ് പൊട്ടിപ്പോയതാ. അത് ശരി, നീ പോരാഞ്ഞിട്ടാണോ ഇനി ഇതുകൂടി? ആരാ അതിനെ തുറന്നു വിട്ടത്? നിന്നോട് ഡാഡി പറഞ്ഞതല്ലേ അതിനെ പുറത്തു വിടരുതെന്ന്. മതി നിന്റെ പെറ്റ് സ്നേഹം. മനുഷ്യൻ ഓരോ പണി ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നുണ്ടാവും. വാങ്ങിച്ചു കൊടുക്കാൻ ഡാഡിയും. ഇനി ഇത് ഇവിടെ നിന്നാൽ ഓരോന്നും പൊട്ടിക്കും. ഇതിനെ നമുക്ക് അലക്സിന്റെ മുത്തശ്ശന് കൊടുക്കാം. അതാ നല്ലത്. അത് ഞാൻ കൊണ്ടു കൊടുക്കാം. നീ ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. ഞാനാ ഫ്ലവർ വൈസ് പൊട്ടിച്ചത്. എന്നിട്ട് ഞാൻ ആ തത്തയാണ് പൊട്ടിച്ചതെന്ന് കള്ളം പറഞ്ഞു. ആറ്റുനോട്ട് ഡാഡി വാങ്ങി തന്ന തത്തയായിരുന്നു. അമ്മയ്ക്ക് അറിയില്ലേ മോൻ എത്ര ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണെന്ന്. ആ അമ്മ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കോ? ദേ നോക്ക്. സോറി തത്തമ്മ കുട്ടി.